അടുത്ത ദിവസം തന്നെ ഞാൻ കാശായിട്ട് വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പൊതിച്ചോറ് എടുത്തപ്പോൾ കുറേ പേർക്ക് എത്താണ്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ചേട്ടൻ നമുക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേശ് കൈലാസ് എന്നാട്ടോ ചേട്ടൻ്റെ പേര് വരുന്നത്. കുറച്ചുകൂടെ പൊതിച്ചോറ് എത്തിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ പൊതിച്ചോറായിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ച് തരാം കേട്ടോ. ഭക്ഷണം കഴിച്ചാ ഇല്ലേ? ഞാൻ ഭക്ഷണം തരട്ടെ? சாப்பிட முடியாது. അതെന്ത് പറ്റി? அது நெஞ்ச கறியுது. എന്താ വേണ്ട പിന്നെ? വെള്ളം വേണോ? വെള്ളം വേണോ? എന്നാ വെള്ളം കുടിച്ചാ. ഇപ്പം കുടിക്കും വെള്ളത്തിന്. എന്നാ കുടിച്ചോ. ഫുഡിനാണോ നോക്കുന്നേ? ഫുഡ് കിട്ടിയില്ലേ? ഇന്നെന്തും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചിട്ടില്ലേ? അവർക്ക് അറിയും കൂടി എന്നാ വെച്ചോ. ചോറ്, സാവാ ചോറ് കഴിക്കൂലേ? ഒരിക്കലും കൂടി വേണോ? നിന്നോ വൈകുന്നേരം നിന്നോ? വൈകുന്നേരം തിന്നൂലേ? കറി ഒന്നുകൂടെ വേണ്ടേ നേരം? കാക്കു കാക്കു സന്തോഷായി. അടിപൊളിയല്ലേ? അടിപൊളി. അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? അസുഖത്തും അല്ലേ ഉള്ളു പോലെ. അസുഖമേ ഉള്ളൂ? കണ്ണും കാണാനില്ല. വയസ്സായില്ലേ? അതുകൊണ്ടായിരിക്കും. അല്ല കണ്ണിന് കാഴ്ച വിവരം വന്നു. അതെയാ? വിവരം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഇതിന്റെ കണ്ണ് കാണിക്കാൻ കാശില്ല. കാശില്ലായിട്ടാണോ? അപ്പൊ ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അമ്മമ്മക്ക് സഹായിക്കാം. അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഞാൻ പറ്റുവാണോ അടുത്ത ദിവസം തന്നെ കാശ് എന്തെങ്കിലും കൊണ്ടുവരാം. ഓക്കെ, നല്ല രീതിയിൽ നിൽക്കൂലേ? അടുത്ത ദിവസം തന്നെ ഞാൻ കാശായിട്ട് വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മളെ വീഡിയോ അടിച്ച് ആരെങ്കിലും സഹായിക്കും. അപ്പൊ ഞാൻ കാശ് കൊണ്ടുവരാം. അപ്പൊ വീഡിയോ കാണുന്നവർ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമ്മക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ അമ്മമ്മേനെ ഏൽപ്പിച്ചുള്ള കാശ്. എനിക്കൊരു കിടപ്പാടം വേണം. ഇല്ല മക്കളെ. ഇല്ലപ്പാ, കുഴപ്പമില്ല. നമ്മളെപ്പോലുള്ളവരില്ലേ?